എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വ്രതം എന്നാൽ എന്ത്, വ്രതങ്ങൾ എത്ര തരത്തിലുണ്ട്. വ്രതം എന്നാൽ ഭേദവിധികളനുസരിച്ച് ചന്ദ്രായണങ്ങൾക്കനുസൃതമായി മനസ്സിനെ ഏകാഗ്രമാക്കി അനുഷ്ഠിക്കുന്ന രീതിയാണ്. 3 രീതികളിലുള്ള വ്രതങ്ങളുണ്ട്: മാനസികം, വാചികം, കായികം എന്നിവയാണ്. ഇതിൽ മാനസിക വ്രതത്തിൽ മനസ്സാൽ ദൃഷ്ടിപ്പെടുത്തിയെടുത്ത അഹിംസാവ്രതവും, വാചിക വ്രതത്തിൽ മന്ത്രതന്ത്രാദികളും, കായിക വ്രതത്തിൽ ഉപവാസാദി വ്രതങ്ങളും ഉൾപ്പെടുത്തുന്നു. ആചാരാനുഷ്ഠാനങ്ങളോടനുബന്ധിച്ചും വ്രതമനുഷ്ഠിക്കാറുണ്ട്. അങ്ങനെയുള്ളവയെ 3ആയി തിരിച്ചിരിക്കുന്നു: നൈമിത്തിക വ്രതം, നിത്യവ്രതം, കാമ്യവ്രതം എന്നിവയാണവ. നിത്യവ്രതത്തിൽ ഏകാദശി പോലുള്ള വ്രതചര്യകൾ ഉൾപ്പെടുന്നു. കാമ്യവ്രതം അനുഷ്ഠിക്കുന്നത് സൗഭാഗ്യ സിദ്ധിക്കുന്നതിനാണ്. ആഗ്രഹ സാഫല്യത്തിനായി അനുഷ്ഠിക്കുന്ന തിങ്കളാഴ്ച വ്രതം, ഷഷ്ഠിവ്രതം തുടങ്ങിയവ കാമ്യവ്രതങ്ങൾ ഉൾപ്പെടുന്നവയാണ്. നൈമിത്തിക വ്രതം പാപനാശനത്തിനായാണ് ആചരിക്കുന്നത്. അഹിംസ, സത്യം, അസ്തേയം, ബ്രഹ്മചര്യം, സരളത എന്നിവ മാനസിക വ്രതത്തിൻ്റെ ഘടകങ്ങളാണ്. ആഹാരനിദ്രാദികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കായിക വ്രതവും. മൗനം, വാക്കിലെ സത്യസന്ധത, മിതവും മൃദുവുമായ ഭാഷണം എന്നിവ വാചികത്തിലും ഉൾപ്പെടുന്നു.